ഹരേ കൃഷ്ണ. രാധേ രാധേ. ഗുരുവായൂരിൽ നറുനിലാവിനെ വെല്ലുന്ന പുഞ്ചിരിയാൽ നമ്മളെ മനം മയക്കിയെടുക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം പണ്ട് വൈകുണ്ഠത്തിൽ നിന്ന് സാക്ഷാൽ മഹാവിഷ്ണു ബ്രഹ്മദേവന് പൂജിക്കാൻ കൊടുക്കുകയും ബ്രഹ്മദേവനത് സുതപസ വൃഷ്ണി ദമ്പതിമാർക്ക് പുത്രഭാഗ്യത്തിനായി പൂജകൾ അർപ്പിക്കാൻ സമ്മാനിച്ചു. പൊന്നു ഗുരുവായൂരപ്പൻ ഈ അച്ഛനും അമ്മയ്ക്കും വൃഷ്ണിഗർഭൻ എന്ന പേരിൽ ജനിക്കുന്നു. പിന്നീട് ഈ പവിത്ര വിഗ്രഹം കശ്യപ മഹർഷിയുടെയും അതിഥിയുടെയും കൈകളിലെത്തുന്നു. വ്രതമെടുത്ത് പൂജാവിധികളാൽ ഭഗവാനെ പ്രീതിപ്പെടുത്തി പൊന്നു ഗുരുവായൂരപ്പൻ വാമനാവതാരമായി ജന്മം കൊള്ളുന്നു. പിന്നെയോ ഈ അമൂല്യ വിഗ്രഹം മധുരയിൽ ഉണ്ണിക്കണ്ണൻ്റെ അച്ഛനായ വസുദേവർ ആദികേശവൻ എന്ന പേരിൽ പൂജിച്ചു. അവിടെ വസുദേവരും ദേവകിയുടെയും ആരാധനയാൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ തിരുവവതാരമെടുത്തു. പിന്നീട് ഉണ്ണിക്കണ്ണൻ തന്നെ സ്വന്തമായി പൂജകൾ അർപ്പിച്ച വിഗ്രഹമാണ് ഇന്ന് നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പൻ്റേത്. ശ്രീലകത്ത് കള്ളക്കണ്ണിറുക്കി മായാമോഹന രൂപമായി മായിക ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന പൊന്നുണ്ണിക്കണ്ണ. ഉണ്ണിക്കണ്ണൻ്റെ സാന്നിധ്യം നേരിട്ട് അറിഞ്ഞതിനാലല്ലേ ഈ അത്യപൂർവ ചൈതന്യം. ശ്രീലകത്ത് കോടി സൂര്യപ്രഭ ചൊരിഞ്ഞുകൊണ്ട് അനുഗ്രഹം വർഷിക്കുന്ന പൊന്നുണ്ണിക്കണ്ണന് താമരമലരുകളാൽ സമർപ്പിക്കുന്നു എൻ മാനസ പൂജ. ഹരേ കൃഷ്ണ. രാധേ രാധേ.